ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം 2025 ഞാൻ ഇതുവരെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ആദ്യമായിട്ടാണ് 2025 വീഡിയോ എടുക്കുന്നത്. ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നത് ഷെഡ്യൂൾസൊക്കെ കുറച്ച് ടൈറ്റായിരുന്നു, അതുകൊണ്ടാണ്. ഇന്ന് ഞാൻ വീഡിയോ എടുക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഇന്നലെ നല്ല മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. ഇങ്ങനെ തോരാതെ നിന്ന മഴയായിരുന്നു. നല്ല ഈവനിങ് അല്ല, ഒരു രാത്രി മുതൽ ഇന്ന് മോർണിംഗ് വരെ കണ്ടിന്യൂസ് മഴയായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്കെന്ത് ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടി. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ രണ്ടാമത്തെ 2025 എനിക്കിങ്ങനെ റെസൊല്യൂഷൻ എടുക്കണം അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് അങ്ങനെ റെസൊല്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മീൻസ് യൂഷ്വലി എല്ലാവരും എടുക്കുന്ന റെസൊല്യൂഷൻ എന്ന് പറയുന്നത് വർക്കൗട്ട് ചെയ്യുക, നല്ല ഫുഡ് കഴിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ് എടുക്കണമെന്ന് എനിക്ക് തോന്നിയില്ല. യൂഷ്വലി എങ്ങനെയാണോ പോകുന്നത് അങ്ങനെ തന്നെ പോകട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പം പിന്നെ എനിക്കെപ്പോഴും ചെറിയൊരു ബോധത്തിലുണ്ടായി. 4 to 5 years കൊണ്ട് ഞാൻ കണ്ടിന്യൂസ്ലി ജിമ്മിൽ പോകുന്നുണ്ട്. അപ്പം എന്നിട്ട് എനിക്ക് വെയ്റ്റ് ലോസ് വന്നിട്ടില്ല എന്നല്ല, എനിക്ക് വെയ്റ്റ് ലോസ് വന്നിട്ടുണ്ട്. ബട്ട് അത് എൻ്റെ PT എടുത്ത് അങ്ങനെയുള്ള ഡയറ്റ് ഞാനിങ്ങനെ ഫോളോ ചെയ്ത് വെയ്റ്റ് ലോസ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. PT പേഴ്സണൽ ട്രെയിനിങ് എടുത്ത് സ്ട്രെങ്ത് ട്രെയിനിങ് കൂടിയിട്ട് അങ്ങനെയൊക്കെയാണ് എനിക്ക് വെയ്റ്റ് ലോസ് വന്നിട്ടുള്ളത്. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഡയറ്റ് എടുത്തിട്ട് നമുക്ക് വെയ്റ്റ് ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം നല്ല സൗണ്ട് ഉണ്ടാവും, അകത്ത് വീണ്ടും സംസാരിക്കും. ഓക്കെ, അപ്പം പറഞ്ഞു വന്നതുപോലെ തന്നെ ഡയറ്റ് എടുത്തിട്ട് വെയ്റ്റ് ലോസ് ചെയ്യാം, അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത്. സോ അതിനൊരു സ്റ്റാർട്ട് ചെയ്യാണ്, ഇന്നോട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ ഡയറ്റ് എടുക്കുന്നതെന്ന് എനിക്ക് ചായ ഞാൻ ഭയങ്കര അഡിക്റ്റാണ് ചായ. അതായത് 1 day ഞാൻ 7 to 8 ചായ വരെ കുടിച്ച ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കുറയ്ക്കണം. അപ്പം ഡയറ്റ് എടുക്കാം, എന്നിട്ട് വണ്ണം കുറയണം. എനിക്ക് ആഗ്രഹമില്ലാതില്ല, വണ്ണം കുറയണം. പക്ഷെ കൂടുതലും എനിക്ക് ഡയറ്റ് ഒന്ന് പ്രോപ്പർ ആക്കണം, എൻ്റെ മെറ്റാബോളിസം ഒന്ന് കറക്റ്റ് ആക്കണം എന്നാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പം ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെയാണ്. എനിക്കറിയില്ല മാക്സിമം ഞാൻ എത്ര ദിവസം ഇതിലിങ്ങനെ പിടിച്ച് നിൽക്കും എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് നമ്മൾ പൈസ കൊടുത്തിട്ട് ചെയ്തൊരു പ്രോസസ്സാണ്. ഞാൻ ഹെൽത്തിഫൈ മീലാണ് കേട്ടോ ചെയ്തത്. അവിടെ 6,000 സംതിങ് ആണ് 3 മന്തിലേക്ക്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. പൈസ കൊടുത്താലേ നമുക്കൊരു തോന്നലുണ്ടാവും, ഓക്കെ നമ്മൾ ചെയ്യുന്നു അങ്ങനെയൊക്കെ. അപ്പോൾ ആ ഒരു ഡേ ആണിത്. ഇപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഡേ ഇൻ മൈ ലൈഫ് ഈ ഒരു ഡേ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചത്. സോ ഫസ്റ്റ് ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വഴിയേ പറയാം. കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടിൽ ഞാൻ വോയിസ് ഓവറായിട്ട് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത്, അവരെനിക്ക് ഡയറ്റ് പ്ലാൻസ് അയച്ചു തന്നിട്ടുണ്ട്. എല്ലാം ചോദിച്ചിട്ടാണ് കേട്ടോ. അതായത് നമ്മളിപ്പം ജിമ്മിലെ ട്രെയിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരെപ്പോലല്ല, ഒരു ന്യൂട്രീഷനിസ്റ്റാണ്. ഞാൻ ആക്ച്വലി കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നതാണ് ഒരു ന്യൂട്രീഷനിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം, അവരോട് സംസാരിക്കണമെന്നൊക്കെ. അപ്പം ഒരു ന്യൂട്രീഷനിസ്റ്റ് തന്നെയാണ് നമുക്ക് ഡയറ്റൊക്കെ പറഞ്ഞു തരുന്നത്, നമ്മളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് പറഞ്ഞിരുന്നത്. അപ്പം അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ്, നമ്മൾ ലൂക്ക് വാം വാട്ടറാണ്, ജീര വാട്ടറാണ് കുടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യമേ അത് കുടിക്കാം. അതിനൂടെ എനിക്ക് ആൽമണ്ട്സ് കഴിക്കാനുണ്ടായിരുന്നു, പക്ഷേ ആൽമണ്ട്സ് എനിക്ക് ഇവിടെ ഇരിപ്പില്ല, പിന്നെ ഞാൻ പോയി വാങ്ങിക്കാം. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്, ജീരകവെള്ളം കുടിക്കുക, ലൂക്ക് വാം വാട്ടർ. അപ്പോൾ അത് കുടിച്ചിട്ട് വരാം. ഇന്നലത്തെ മഴയിൽ നല്ല നനഞ്ഞ് കിടക്കുമായിരുന്നു കേട്ടോ. നല്ല തണുപ്പായിരുന്നു, കുറേ ദിവസം കൊണ്ട് ഭയങ്കര ചൂടായിരുന്നു. സോ അതിന് ശേഷം ഇങ്ങനെ ഒരു മഴ പെയ്തപ്പോഴേക്കും അത്യാവശ്യം നല്ല തണുപ്പും ആ ഒരു പുതിയ മണ്ണിൻ്റെ മണവും അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞാൻ മുറ്റത്തേക്ക് ഇങ്ങനെ വന്ന് ഇറങ്ങി നിന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞ മോർണിംഗിൽ എനിക്ക്
ആദ്യത്തെ ഒരു ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ ഡീറ്റോക്സ് ഡ്രിങ്കാണ്. അത് ജീരകവെള്ളമാണ്. അതൊരു വാം വാട്ടറിൽ ആക്കി കുടിക്കണം. ആക്ച്വലി ഞാൻ മറന്നുപോയി തലേന്ന് രാത്രിയിൽ. സാധാരണ ഞാൻ തലേന്ന് രാത്രിയിൽ തന്നെ വെള്ളം ചൂടാക്കിയിട്ട് ഒരു ഫ്ലാസ്കിൽ വെച്ചേക്കും. സോ പിറ്റേന്ന് രാവിലെ നമുക്ക് ഒരു ചെറിയ ചൂടോടെ തന്നെ കുടിക്കാൻ പറ്റും. ഞാനത് തലേന്ന് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഈ രാവിലെ ചൂടാക്കിയ വെള്ളമാണ്. എനിക്ക് ഭയങ്കര ചൂടായിരുന്നു. അങ്ങനെ എനിക്ക് ആദ്യമേ കുടിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാനതവിടെ വെച്ചിട്ട് ഹെയറിലൊന്ന് ഓയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫ്രീ ആയിട്ട് നിൽക്കുന്ന ദിവസം, അതായത് ഞാൻ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ എന്നും കുളിക്കും കേട്ടോ, എന്നും തല കുളിക്കും. അത് നല്ലതാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്ക് വർക്കൊക്കെ കഴിഞ്ഞ് തലയിൽ കുളിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു റിഫ്രഷ് ഫീലിംഗ് ഒക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ എന്നും തല കുളിക്കാറുണ്ട്. അല്ലാണ്ട് ഇപ്പം ഓഫീസിൽ ട്രിവാൻഡ്രത്ത് പോകുന്ന ദിവസമാണെങ്കിൽ ഞാൻ വീക്ക്ലി ടോയ്സ് മാത്രമേ നനയ്ക്കാറുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഒരു സാറ്റർഡേയോ സൺഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്ന് തല നനയ്ക്കാമെന്ന് വിചാരിച്ചു. സോ ഞാൻ 3 ഓയിലാണ് കേട്ടോ ആദ്യമേ ഹെയറിൽ അപ്ലൈ ചെയ്യാം. ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. 2024 എൻ്റെ ഫേവറേറ്റ് പ്രൊഡക്ട്സ് ഏതാണെന്നുള്ളൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതിനകത്ത് ഞാൻ പറയാം. ഓക്കെ, അങ്ങനെ തലയൊക്കെ കെട്ടി വെച്ചപ്പോഴത്തേക്കും ആ വെള്ളം ചെറുതായിട്ട് ആ ചൂടൊക്കെ ആറി തുടങ്ങി. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. അതിന് ശേഷം പിന്നെ നല്ല വിൻ്റർ ആയതുകൊണ്ട് ഒട്ടുക്കത്തെ ഡ്രൈനെസ്സാണ് കേട്ടോ. അങ്ങനെ ബോഡി നന്നായിട്ട് ഡ്രൈ ആവുകയാണ്. അപ്പം നമുക്ക് ഫേസ് ഡ്രൈ ആവുന്നതിനേക്കാട്ടിലും കൂടുതൽ ലെഗ്, ഹാൻഡ്സൊക്കെയാണ് പെട്ടെന്ന് ഡ്രൈ ആവാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട്, അതായത് കോക്കനട്ട് ഓയിൽ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് കോഫി പൗഡർ ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വാമാക്കി എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. അതായത് നമ്മൾ ഫേസിലാണെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് മോയ്സ്ചറൈസറോ സൺസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തേക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അത് കുറച്ചുകൂടെ നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കും. പക്ഷേ നമ്മൾ കാലിലും കയ്യിലും അങ്ങനെ ഒന്നും തേക്കാറില്ലല്ലോ. പ്രത്യേകിച്ച് വീട്ടിൽ നിൽക്കുമ്പം നമ്മളങ്ങനെ ബോഡി ലോഷനൊന്നും യൂസ് ചെയ്യാറില്ലല്ലോ. അങ്ങനെ ഞാൻ ആ വെള്ളം ഒന്ന് ചൂടായി ആറിക്കഴിഞ്ഞതിന് ശേഷം അതൊക്കെ കുടിച്ചിട്ട് പിന്നെ വന്നിട്ട് ഈ എണ്ണ തേക്കാണ് കേട്ടോ. നമ്മൾ ചൂടോടെ ആ എണ്ണ തേക്കുമ്പം എനിക്ക് തോന്നിയിട്ടുള്ള നോർമലി തേക്കുന്നതിനേക്കാട്ടിലും കുറച്ചുകൂടെ പെനട്രേറ്റ് ചെയ്യും. അപ്പം കിട്ടുന്നൊരു മോയ്സ്ചറൈസേഷൻ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ്. നമ്മൾ നോർമലി ഒരു എണ്ണ എടുത്ത് തേക്കുന്നതിനേക്കാൾ അങ്ങനെയല്ല, കുറച്ചുകൂടെ ഒരു മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ളൊരു എഫക്റ്റ് കിട്ടും. പിന്നെ കോഫി പൗഡർ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സ്ക്രബിങ് എഫക്റ്റ് കൂടെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഒരു കോഫി പൗഡറും കൂടെ ഞാൻ അതിനകത്ത് അപ്ലൈ ചെയ്തത്. അപ്പോൾ അത് രണ്ടും കൂടെ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക കേട്ടോ. അതായത് നമ്മളുടെ ഈ ഫീറ്റിൻ്റെയൊക്കെ അടിയിലുണ്ടല്ലോ അത് നന്നായിട്ട് ചെയ്യാം. നമ്മൾ ഫീറ്റ് നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ എനിക്ക് കഴുത്തിന് ചുറ്റിനും അത്യാവശ്യം പെട്ടെന്ന് കറുപ്പ് വരും. അതായത് നമ്മൾ ഈ ഗോൾഡ് അല്ലാത്ത ചെയിൻസൊക്കെ ഇടുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് കറുപ്പ് വരും. സോ അതൊക്കെ മാറാനൊക്കെ ആയിട്ടും ഈ ഒരു ഓയിൽ വിത്ത് കോഫി പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു സ്ക്രബിങ് എഫക്റ്റൊക്കെ കിട്ടും. അതുപോലെ തന്നെ നമ്മളുടെ എൽബോയുടെ സൈഡിൽ. ഓക്കെ, അപ്പോൾ ഓൾ സെറ്റ് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹെയർ മാസ്ക്, ഫേസ് മാസ്ക് ഒക്കെ ഉണ്ട്. അതിന് മുന്നേ നമുക്ക് കുറച്ച് വീട്ടു ജോലിയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ചെയ്ത് വെച്ചേക്കുന്നതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലൗസ് ഇടുക. ഓക്കെ, അപ്പോൾ ഞാൻ ഗ്ലൗസും ഇട്ടു. നമ്മളെ കാല് ഞാൻ ചെരുപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിപ്പം കുറച്ച് വീട്ടു ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഹെയർ മാസ്ക്, ഫേസ് മാസ്ക് അതൊക്കെ അപ്ലൈ ചെയ്യട്ടോ. സോ എൻ്റെ ഫസ്റ്റ് മീൽ ഓഫ് ദ ഡേ ആണ് പുട്ടും മുട്ടയും കടലക്കറിയും പിന്നെ ഒരു ഗ്ലാസ് പാലും. ആക്ച്വലി ഇത്രയും എടുക്കാൻ പാടില്ലായിരുന്നു. എനിക്കൊരു ദിവസം 1300 കാലറീസാണ് കഴിക്കേണ്ടത്. ഞാൻ ഇത് തന്നെ 1000 കലോറി കഴിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്രയും എടുക്കാൻ പാടില്ലായിരുന്നു കേട്ടോ, കുറച്ച് എടുക്കണമായിരുന്നു. അതുപോലെ എഗ് വൈറ്റേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പം അതൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴാണ് അത് കഴിച്ചത്. ടൈമിങ് എനിക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ.
അതിനുശേഷം നമ്മൾ ഹെയർ ഞാൻ ഓയിൽ തലേന്ന് നൈറ്റ് ഞാൻ ഹെയർ ഓയിൽ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. സോ ഹെയർ ഞാൻ വാഷ് ചെയ്ത് ഒരു മാസ്ക് കൂടി ഇടാമെന്ന് വിചാരിച്ചു. സോ ഞാൻ ഏതിൻ്റെ ആയിരുന്നു, കോട്ടയ്ക്കലിൻ്റെ ഷാമ്പു ആണ് കേട്ടോ യൂസ് ചെയ്തത്. കോട്ടയ്ക്കൽ ആയുർവേദശാലയുണ്ടല്ലോ, അപ്പോൾ അവിടുന്ന് മേടിച്ച ഒരു ഷാമ്പു ആണ് ഞാൻ യൂസ് ചെയ്ത് അത് കഴിയുകയും ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇനി ലോറിയൽ പാരീസിൻ്റെ ഹൈലറോണിക് ആസിഡ് അതിൻ്റെ ഒരു ഷാമ്പു ഉണ്ട്, അത് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അത് മേടിക്കണം എനിക്കിനി. പിന്നെ ഇത് ഡ്രെയിനേജ് എക്സ്പേർട്ടാണ് കേട്ടോ. ഞാൻ വാഷ്റൂം ക്ലീൻ ചെയ്യാൻ നേരത്ത് അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഈ ഒരു ഡ്രെയിനേജ് ഇല്ലേ, ഇതിനകത്തോട്ട് നമ്മളിത് ഈ സാഷ കംപ്ലീറ്റ് ആക്കി അതിനകത്ത് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചാൽ മതി. നമ്മളുടെ ഈ അഴുക്കും അതുപോലെ തന്നെ നമ്മുടെ ഹെയർസൊക്കെ പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനതവിടെ ഇട്ടിട്ട് വന്നു. അപ്പോൾ വാഷ്റൂം ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിക്കാൻ മതിയല്ലോ, അപ്പം ഇതും കൂടെ ആകുമല്ലോ എന്ന് വിചാരിച്ച് അവിടെ ഇട്ടിട്ട് വന്നു. പിന്നെ വന്നിട്ട് ഞാൻ ഹെയർ മാസ്ക് ഉണ്ടാക്കുകയാണ്. ഹെയർ മാസ്കിനായിട്ട് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെ, അതായത് മുട്ട, പിന്നെന്താ നമ്മളുടെ ഏതെങ്കിലും ഒരു ഹെയർ മാസ്ക്, പിന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഹെയർ മാസ്ക് ഹിമാലയയുടെ പ്രോട്ടീൻ ക്രീമാണ്. ഓക്കെ, ഞാൻ എന്താ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, 100 റുപ്പീസോ അതുകൊണ്ടാണ് ഞാനിത് മേടിച്ചത്. സാധാരണയുള്ള ഹെയർ മാസ്കിന് ജോബിസിൻ്റെ ആയാലും പ്ലമ്മിൻ്റെ ആയാലും 660, അതുപോലെ തന്നെ ഡവിൻ്റെ ആയാലും 660 അത്രയും രൂപയാവുന്നത് കൊണ്ടാണ് ഞാൻ അത് വാങ്ങിക്കണ്ടല്ലോ. ഇത് ഓക്കെ, കുറഞ്ഞ പൈസയല്ല ഉള്ളൂ, അപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ വലിയ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചാണ്. പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് ഹെയർ നന്നായിട്ട് ഡ്രൈ ആക്കുന്നുണ്ട്. സാധാരണ നമ്മളുടെ ഈ എഗ്ഗിൻ്റെ വൈറ്റ് മാത്രം എടുക്കുമ്പോൾ നല്ല സ്മൂത്ത് ആവുകയാണ് ഹെയർ ചെയ്യേണ്ടത്. അത് ഞാൻ പ്ലമ്മിൻ്റെ ജോയിൽസിൻ്റെയൊക്കെ യൂസ് ചെയ്ത സമയത്ത് നല്ല സ്മൂത്ത് ആവുമായിരുന്നു. ബട്ട് ഇത് നേരെ നെഗറ്റീവാണ്, നല്ല ഡ്രൈ ആക്കുന്ന പോലെ തോന്നുന്നു എനിക്ക് ഹെയർ. മേ ബി വിൻ്റർ ആയതുകൊണ്ട് സാധാ ക്ലൈമറ്റിലാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ചിലപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് നമ്മുടെ ഹെയർ ഓൾറെഡി ഡ്രൈ ആണല്ലോ, അതിൻ്റെ കൂടെ ചിലപ്പം ഇതത്ര വർക്ക് ആവുന്നുണ്ടാവില്ല. വേറെ ക്ലൈമറ്റിൽ ഞാൻ എന്തായാലും യൂസ് ചെയ്ത് നോക്കാം, കാരണം ഭയങ്കര അഫോർഡബിൾ ആണെന്നേ. 160 റുപ്പീസേ ഉള്ളൂ. ഞാനിത് കുറേ നാളുകൊണ്ട് മീൻസ് എൻ്റെ ഒരു 3 to 4 യൂസേജ് ആയിട്ടുണ്ട് ഇതിനെന്തായാലും ഈ ഒരു ബോട്ടിൽ. സോ അതുകൊണ്ട് വേറൊരു ക്ലൈമറ്റിലും കൂടെ നോക്കാം. ഞാൻ ആക്ച്വലി ഇതിൻ്റെ 3 ടിൻ വാങ്ങിച്ചിട്ടുണ്ട്, കാരണം ഇത് അഫോർഡബിൾ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇത് ഞാൻ യൂസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, എനിവേ ഞാനതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഇതിന് ശേഷം വന്നിട്ട് എനിക്ക് റൂമൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. കുറേ നാളെ ഞാൻ റൂമൊന്ന് വൃത്തിയാക്കി ഇട്ടിട്ട് തൂക്കുമെന്നല്ലാണ്ട് വേറെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. സോ ഞാൻ വിചാരിച്ചു ചിലന്തികൾ നമ്മളുടെ റൂമിൽ കൂട് കൂട്ടാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി, അപ്പോൾ അവരെയൊക്കെ ഒന്ന് പറഞ്ഞു വിടാമെന്ന് വിചാരിച്ച് നമ്മൾ ചിലന്തി വലി അടിക്കുകയാണ്. ഗേൾസ് ചിലന്തി വലി അടിച്ചു വിടാമെന്ന് പലരും പറയും, പക്ഷെ ഞാൻ അടിക്കും കേട്ടോ, കാരണം വേറെ ആരും അടിക്കാൻ, ഞാൻ തന്നെ അടിക്കണമല്ലോ. അങ്ങനെ പിന്നെ അവിടെ അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി ഇവിടുന്ന് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ നിന്ന് നമ്മുടെ ഈ സ്പൈഡർ നെറ്റ് റിമൂവൽ ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര ലെന്താണെന്നേ. അത് നമ്മളിങ്ങനെ ലെന്ത് കൂട്ടി വെക്കുമ്പോൾ അറ്റ് ടോപ്പ് എത്തുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് ബെൻഡായിപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. ഇത് മറ്റേ ബംഗാളി ചേട്ടന്മാർ കൊണ്ടു കിടക്കുന്ന സാധനമാണ്. ഇതാകുമ്പം ഹൈറ്റ് ഇല്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു കമ്പോ കൊള്ളിയോ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, നന്നായിട്ട് റിമൂവ് ചെയ്യുകയും ചെയ്യും. അപ്പം ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്ന ഇതാണ്. പിന്നെ നല്ല ഹൈറ്റുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ മറ്റേത് യൂസ് ചെയ്യാം. അങ്ങനെയാണ്. പിന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഇതായാലും സ്പൈഡർ നെറ്റ് റിമൂവൽ ആ ഒരു സാധനമായാലും നമ്മൾ ഇതിൻ്റെ ആ ഒരു ബ്രഷ് കഴുകണം കേട്ടോ, ഈച്ച് യൂസ് കഴിഞ്ഞിട്ടും. അതല്ല എങ്കിൽ അതിൻ്റെ ആ ഒരു വേസ്റ്റൊക്കെ അവിടെ ഇരുന്നിട്ട് അടുത്ത പ്രാവശ്യം നമ്മൾ ക്ലീൻ ചെയ്യാൻ നോക്കുമ്പോൾ ഇതെല്ലാം കൂടെ വീണ്ടും ഇതിനകത്തോട്ട് വരും. അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെ ഞാൻ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ്. റൂം ക്ലീൻ ആക്കുക എന്ന് പറയുമ്പോൾ ഇത് ചെയ്യണം, നെക്സ്റ്റ് തൂക്കണം, തുടയ്ക്കണം, അങ്ങനെയുള്ള കുറച്ച് പ്രോസസ്സുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും എൻ്റെ റൂം ക്ലീൻ ആക്കിയാലും ഹോളും കൂടെ ഞാൻ ക്ലീൻ ആക്കും. അത് എന്തായാലും ഹോളിൽ കൂടെ ആണല്ലോ നമ്മൾ പോകുന്നത്, അപ്പോൾ നമ്മൾ ഹോളും കൂടെയും ക്ലീൻ ആയി കിടക്കുന്നത് നല്ലതാണല്ലോ. ഓക്കെ, അങ്ങനെ ഹോളൊക്കെ ക്ലീൻ ആക്കി. പിന്നെ തൂക്കാനുണ്ടായിരുന്നു സ്റ്റെയർസൊക്കെ ആണ്. ഈ വൈറ്റ് ടൈൽസിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ പെട്ടെന്ന് അഴുക്കറിയാൻ പറ്റും.
കുഞ്ഞഴുക്കാണെങ്കിൽ അതിങ്ങനെ എടുത്ത് കാണിക്കും, അതാണ് പ്രശ്നം. പിന്നെ നമുക്ക് താഴത്തെ ഫ്ലോറിൽ മാർബിളാണ്, അവിടാണെങ്കിൽ വലിയ പ്രശ്നമില്ല, നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള മാർബിൾസാണ്, അവിടാണെങ്കിൽ വലിയ പ്രശ്നമില്ല. പക്ഷെ മുകളിൽ ഈ വൈറ്റ് ടൈൽസ് ആയതുകൊണ്ട് പെട്ടെന്ന് അഴുക്കൊക്കെ അറിയാനായിട്ട് പറ്റും. അങ്ങനെ പിന്നെ ഞാൻ ലോഷനും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. എനിക്ക് ഡയറ്റിൽ അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒരു ഡേയിൽ മിനിമം 2 to 3 liters ഓഫ് വാട്ടർ ഇൻടേക്ക് മസ്റ്റാണ്. അതിൽ കൂടുതലാണെങ്കിലും പ്രശ്നമൊന്നുമില്ല, എന്നാൽ മാൻഡേറ്ററി ആയിട്ട് 2 to 3 liters ഓഫ് വാട്ടർ കുടിക്കണം. അതിൻ്റെ സ്നാപ്പും എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് വാട്ടറിൻ്റെ സ്നാപ്പ് അത്രയും ഞാൻ എടുക്കാറില്ല. കഴിക്കുന്ന മീൽസിൻ്റെ സ്നാപ്പ് എടുക്കും, അല്ലാണ്ട് വാട്ടറിൻ്റെ സ്നാപ്പ് ഞാനങ്ങനെ എടുത്തിട്ടില്ല. അതും കൂടെ ആകുമ്പോഴത്തേക്ക് പിന്നെ എപ്പോഴും നമുക്ക് സ്നാപ്പ് എടുക്കാനേ ഉണ്ടാവുള്ളൂ സമയം. ഞാനിങ്ങനെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ആയിരിക്കും വെള്ളം കുടിക്കുന്നത്. ഇതിൽ അത്യാവശ്യം നന്നായിട്ട് ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട്. എനിക്ക് വെള്ളം കുടിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടില്ല, കാരണം ഞാൻ കുറേ നാൾ കൊണ്ട് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വേറൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, അങ്ങനെ റൂമിലെ തൂപ്പൊക്കെ കഴിഞ്ഞ് തടപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഞാൻ പുതുതായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ, ഒരു വൈപ്പർ. നമ്മൾ മറ്റേ വൈപ്പർ പ്ലസ് ബ്രഷ് ഉണ്ടായിരുന്നു, അത് ഒടിഞ്ഞു പോകുന്നു, അത് ഒട്ടും കട്ടി ഉണ്ടായിരുന്നില്ല. ഞാൻ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. നമ്മൾ എത്ര ക്ലീനായിട്ട് തുടച്ചെടുത്താലും ഉണ്ടല്ലോ, ഈ വൈപ്പർ വെച്ച് പിടിക്കും, നമുക്ക് ആ ഒരു അഴുക്ക് വരുന്നത് മനസ്സിലാവും. അതുപോലെ തന്നെ വാട്ടറിൻ്റെ എന്തെങ്കിലും ബാലൻസ് വാട്ടർ അവിടെ കിടപ്പുണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ റൂം പെട്ടെന്ന് ഉണങ്ങിക്കോളും. ഞാൻ മറ്റേന്ന് പറഞ്ഞാൽ കുറേ വെള്ളം ഒഴിച്ചിട്ടാണ് റൂമൊക്കെ തുടക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഒരുപാട് വെള്ളം അവിടെ ഇങ്ങനെ കെട്ടി കിടക്കും. വൈപ്പർ വെച്ച് പിടിക്കുകയാണെങ്കിൽ കുറേ വെള്ളം നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്ത് കളയാനൊക്കെ പറ്റും. പിന്നെ ഇവിടെയും വന്നിട്ട് ലൈസോളല്ല, വേറെ ഏതോ ഒരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ ഇത്. ലൈസോളിൻ്റെ കുപ്പി പോലെ ഇരിക്കുന്ന നല്ല സ്മെല്ലാണ്, ഒരുപാട് നേരം നിൽക്കുകയും ചെയ്യും ആ മണം. അങ്ങനെ അതൊക്കെ എടുത്ത് ഇവിടെ ബാൽക്കണിയിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഹെയർ മാസ്ക് ഇടാം. അതിന് മുന്നേ കൈയൊക്കെ നന്നായിട്ട് വൃത്തിയായി കഴുകുക, ഫേസ് നന്നായിട്ട് കഴുകുക. ഞാനിപ്പോൾ ഫേസ് മാസ്ക് അല്ല കേട്ടോ, ഫേസ് വാഷ് അല്ല കേട്ടോ യൂസ് ചെയ്യുന്നത്, ഡവ് സോപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ബോഡിയിൽ യൂസ് ചെയ്യുന്ന സെയിം സോപ്പ് യൂസ് ചെയ്യരുത്, വേറെ ഡവിൻ്റെ കുഞ്ഞൊരു പാക്കറ്റ് കിട്ടും. ബോഡിയിൽ നമ്മൾ വലിയ പാക്കറ്റ് യൂസ് ചെയ്ത്, പക്ഷേ ഫേസിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് പാക്കറ്റ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഫേസ് വാഷ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഫേസിൽ മാസ്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ മാസ്ക് എന്താണെന്ന് വെച്ചെന്നാൽ ഇത് ഓട്സിൻ്റെ പൊടിയും പയറും കൂടെ ഉള്ളതാണ് കേട്ടോ, അത് വെച്ചിട്ടാണ് ഞാൻ മാസ്ക് ഇട്ട് കൊടുത്തത്. പിന്നെ നമുക്ക് ഒരു കുളിക്ക് റെഡിയായി. ഞാൻ കുളിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു, കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഡവിൻ്റെ ബോഡി സ്ക്രബാണ് കേട്ടോ, അടിപൊളി സാധനമാണ്. ഞാൻ ഇതിൻ്റെ മാംഗോയുടെ ഒരു റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല മണമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കാട്ടി സൂപ്പറാണ് കേട്ടോ ഈ ലാവൻഡറിൻ്റെ, അടിപൊളി മണമാണ്, നല്ല സ്മെല്ലാണ്, നല്ല സ്ക്രബിങ് എഫക്റ്റ് കിട്ടും. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ തുണിയൊക്കെ വാഷ് ചെയ്തു, ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ട് പിന്നെ ഞാൻ വന്നു. അങ്ങനെ പിന്നെ കുറച്ചുകൂടെ വെള്ളമൊക്കെ കുടിച്ചു. ഈ കുപ്പി ഇരിക്കുന്നതാണ് നമ്മൾ എന്തായാലും ഓട്ടോമാറ്റിക്കലി വെള്ളം കുടിക്കും കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു. അതിനുശേഷം കുറച്ച് സ്കിൻ കെയർ ചെയ്തു. സ്കിൻ കെയർ ചെയ്യാനായിട്ടൊന്നുമില്ല, വിൻ്ററിൽ നമ്മൾ മുഖം വരളാതിരിക്കാനായിട്ട്, ഡ്രൈ ആവാണ്ടിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാം. അതിനാദ്യമേ നല്ലൊരു ടോണർ യൂസ് ചെയ്യുക, പിന്നെ ഒരു മോയ്സ്ചറൈസർ ഇടുക. ഓക്കെ, പിന്നെ ഇത് നമ്മളെ ബോഡിക്ക് വേണ്ടിയിട്ട് ഞാനിത് ഫോക്സ്ടെയിലിൻ്റെ ഒരു ബോഡി ലോഷനാണ് വാങ്ങിച്ചത്. ഒരുപാട് റിവ്യൂ കണ്ടിട്ട് വാങ്ങിച്ചതാണ്. ആക്ച്വലി നല്ല മണമാണ് കേട്ടോ, ഭയങ്കര മണമാണ്. എനിക്കിതിൻ്റെ സ്മെല്ല് മറ്റേ ലുലു മോളിലെ ഹൈപ്പർ മാർക്കറ്റിൽ പോകുന്ന മണമാണ് എനിക്ക് ഇതിൽ തോന്നുന്നത്. അത്രയ്ക്ക് നല്ല സ്മെല്ലാണ്. എനിക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കയറുന്ന ആ ഒരു മണം എനിക്കിത് യൂസ് ചെയ്യുമ്പോൾ തോന്നാറുണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ റോസ് വാട്ടറോ അല്ലെങ്കിൽ ടോണറോ യൂസ് ചെയ്ത് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് യൂസ് ചെയ്താൽ കുറച്ചും കൂടെ നമുക്ക് നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് കുറച്ച് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പം അത് തീർന്നു പോകുന്നത് പോലെ നമുക്ക് തോന്നും. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ റോസ് വാട്ടറോ അല്ലെങ്കിൽ ടോണറോ യൂസ് ചെയ്തിട്ട് അതൊന്ന് ഷേക്ക് ചെയ്ത് ഒന്നുകൂടെ എടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഇത് മിനിമലിസ്റ്റിൻ്റെ ഹെയർ ആക്ടിവേറ്റർ സിറമാണ്. അപ്പം ഞാൻ കുളിക്കുന്ന ദിവസമെല്ലാം ഈ ഒരു സിറവും കൂടെ യൂസ് ചെയ്യും, എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ.
അതിനുശേഷം ഞാൻ ലുലുവിൽ പോയപ്പോൾ എനിക്ക് ബെഡ്ഷീറ്റ് ഭ്രാന്തിയാണ്. എനിക്കറിയില്ല, എനിക്ക് പുതിയ ബെഡ്ഷീറ്റുകൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പുതിയ ബെഡ്ഷീറ്റ് മാറുന്ന ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സുമാണ്. അപ്പം ഞാൻ ലുലുവിൽ പോയപ്പം ഞാനൊരു വൈറ്റ് ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതലും ഇങ്ങനെ വൈറ്റ് കളേഴ്സ് ആയിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈറ്റ് ആയിട്ടുള്ള ഒരു റൂം. അപ്പം എൻ്റെ റൂമിൽ പെയിൻറ്റ് ചെയ്തിട്ടില്ല. സോ ഈ റൂം പെയിൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ വൈറ്റാണ് പ്രിഫർ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു പുതിയ ബെഡ്ഷീറ്റ് വാങ്ങി. പിന്നെ അതിനെ 2 പില്ലോ കവറും കിട്ടി. അപ്പം ഞാൻ പണ്ട് വാങ്ങിയ ഒരു ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ കിങ് സൈസ് ആയിരുന്നു. അപ്പോൾ അതെനിക്ക് മടക്കി ഇടാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കറക്റ്റ് ക്യൂൺ സൈസ് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ബെഡ് നല്ല വൈറ്റായിട്ട് സെറ്റപ്പാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി വേക്ക് ഫിറ്റിൻ്റെ 2 പില്ലോ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ പില്ലോയ്ക്കകത്ത് അതിനകത്ത് അഡീഷണലായിട്ട് കോട്ടൺ വരും കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആ കോട്ടൺ അതിനകത്ത് തിരികെ കയറ്റാം. അപ്പം ബെഡൊക്കെ വൃത്തിയാക്കി സെറ്റായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 1 മണിക്കാണ് കേട്ടോ ഒരു ഫുഡ് കഴിക്കാൻ പറഞ്ഞത്. സമയം ഇപ്പോൾ 3 മണിയായി. അപ്പം സാരിയില്ല, ടൈം കൺസ്ട്രെയിൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം മീറ്റിംഗ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ടൈം കൺസ്ട്രെയിൻ ഉണ്ടാവും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് പോയി ഇപ്പോൾ ഫുഡ് എടുക്കാം. എൻ്റെ മോർണിംഗിൽ ഞാൻ ഏകദേശം 830 കലോറീസ് കഴിച്ചു. അപ്പോൾ അത്രയും കഴിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് കഴിച്ചാൽ മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോയി ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. എനിക്ക് ത്രെഡ് ചെയ്യണമെന്നുണ്ട്. ചിലപ്പോൾ അപ്പോൾ ഞാൻ ത്രെഡ് ചെയ്യാനായിട്ട് പോകും. അത്രയേ ഉള്ളൂ. അപ്പം ഏകദേശം എൻ്റെ റൂമൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ റൂമൊക്കെ ക്ലീനായി. എൻ്റെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടു. പിന്നെ ടേബിളിനകത്ത് എൻ്റെ യൂഷ്വൽ ചാർജറും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവും. ഫോണിൻ്റെയും ലാപ്പിൻ്റെയൊക്കെ ചാർജറൊക്കെ കാണും. പിന്നെ എൻ്റെ ടേബിളിൽ എപ്പോഴും ഞാൻ ഒരാളെ ഇങ്ങനെ വെച്ചിരിക്കും. അയാളെ നോക്കിയായിരിക്കും ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇതാണ് കേട്ടോ ആൾ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.